നമ്മുടെ നാട്ടിലെല്ലാം ഡിജിറ്റലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അതിനെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള വലിയൊരു സൊല്യൂഷനുമായിട്ടാണ് സജിൻ അറയ്ക്കലും ടീമും വന്നിരിക്കുക. അപ്പോൾ ഇവരെ നമുക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അങ്ങനെ എല്ലാവരും ഓൺലൈനിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഷോപ്പുകാർക്ക് ബിസിനസ് ഉണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ലോക്കൽ ഷോപ്പുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം നമ്മളായിട്ട് കൊണ്ടുവരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഷോപ്പിന് ഒരു ആപ്ലിക്കേഷൻ അവരുടേതായിട്ടൊരു ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2.5-3 ലക്ഷം രൂപ എന്തായാലും വരും. ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക. എല്ലാവരും ചെറുപ്പക്കാരാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അവസരങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന സീരീസാണ്, അതിൽ മറ്റൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്യത്യസ്ത ബിസിനസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താനുള്ളത്. സജിൻ അറയ്ക്കൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഞാൻ നുണ പറയാനല്ല, സജിനോട് ചോദിച്ചോ. അല്ലേ സജിനെ, ഞങ്ങൾ കുറേ നാളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ സജിൻ ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ സജിൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ആളുകളിലേക്കൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. നമ്മുടെ നാട്ടിലെല്ലാം ഡിജിറ്റലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അതിനെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള വലിയൊരു സൊല്യൂഷനുമായിട്ടാണ് സജിൻ അറയ്ക്കലും ടീമും വന്നിരിക്കുക. അപ്പോൾ ഇവരെ നമുക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാട് വികസിക്കണം. നമ്മുടെ നാട് വികസിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. സജിനെ, എന്താ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞേ? എന്താ നമ്മുടെ പ്രൊഡക്റ്റ്? നമ്മുടെ കമ്പനിയുടെ പേര് വെക്സോ എന്നാണ് കമ്പനിയുടെ പേര്. വെക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫ്ലൈൻ മാർക്കറ്റ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ മൊത്തം കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ കൊണ്ടുവരാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ എല്ലാ പർച്ചേസും വരാൻ പോകുന്നത് നമ്മളിപ്പോൾ ഓൺലൈൻ സോഷ്യൽ കോഡൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാവരും ഓൺലൈനിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഷോപ്പുകാർക്ക് ബിസിനസ് ഉണ്ടാവണമെന്നില്ല. തീർച്ചയായിട്ടും ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ലോക്കൽ ഷോപ്പുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം നമ്മളായിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. അതെ. സജിന് ഞാനൊരു ഉദാഹരണം, നമ്മുടെ ബാക്കിൽ ഇപ്പോൾ ഒരു ഷോപ്പുണ്ട്. ഞങ്ങളിത് ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഈ സാധനം ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്കിലൊരു ഷോപ്പിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഷോപ്പിന് ഒരു ആപ്ലിക്കേഷൻ അവരുടേതായിട്ടൊരു ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2.5-3 ലക്ഷം രൂപ എന്തായാലും വരും. ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുക. ഫ്രീ ആയിട്ട് കൊടുക്കുക, കംപ്ലീറ്റ്ലി ഫ്രീ. സെയിം ടൈമിൽ അവർക്ക് ആപ്ലിക്കേഷൻ മാത്രമല്ല, അവരൊരു മാർക്കറ്റ് പ്ലേസിലോട്ടും കൂടി വരുന്നുണ്ട്. എന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഇവരുടെ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഷോപ്പിനെ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതൊരു മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഷോപ്പുകൾ വരുന്ന കസ്റ്റമേഴ്സിന് ഇവരെയും വിസിബിലിറ്റി കിട്ടും. അപ്പൊ ഇവർക്ക് ബിസിനസ് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ നാട്ടിലത്തെ ഷോപ്പിനെ കൂടുതൽ ആൾക്കാരുടെ എത്തിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല ഹൈഡായിട്ട് കിടക്കുന്ന കുറെ ഷോപ്പുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒന്നും ബിസിനസ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്തും പക്ഷെ നമ്മളൊക്കെ വേറെ സ്ഥലത്തു നിന്നൊക്കെ പോയിട്ട് നമ്മൾ മേടിക്കാം. പക്ഷെ ആ ഷോപ്പുകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അവരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് കൂടുതൽ ബിസിനസ് കൊണ്ടുവരാനാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇപ്പൊ സജിന, ഈ ഒരു ഷോപ്പ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഷവർമ, അൽഫാം, ബർഗർ എല്ലാം ഉള്ള ഒരു ഷോപ്പാണത്. അപ്പൊ ഈ ഒരു ഷോപ്പില് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ ഷോപ്പ് ഓണർക്ക് ഏറ്റവും കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവന്റെ ബിസിനസ് ഒന്നും കൂടെ ഓൺലൈനായി ഫ്രീ ആയിട്ട് ഓൺലൈൻ. അപ്പൊ ഞാൻ എന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ അപ്പുറമാണെന്ന് വിചാരിക്കാം. അപ്പൊ ആരാണ് ഇതിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണത്? ഇപ്പൊ ഈ സ്ഥലം ഇപ്പൊ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇപ്പൊ ഈ കൊച്ചിയിലത്തെ ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ സുഹേർ ഫ്രാഞ്ചൈസി ഹോൾഡർ ആണ് നമ്മുടെ കൊച്ചിയിലത്തെ. അപ്പൊ ഇവിടുത്തെ ഒരു 10 കിലോമീറ്റർ സർക്കിളിൽ സുഹേർ ആണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എനിക്ക് ഡെലിവറി ചെയ്യുന്നത് ഫ്രാഞ്ചൈസി ഹോൾഡറായ സുഹേർ ആണെന്ന് അർത്ഥം, അല്ലേ? അപ്പൊ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഷോപ്പിൽ ഫ്രീ ആയിട്ട് അവൻ ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി, അല്ലെ? ഓരോ സ്ഥലത്തും ഓരോ ഫ്രാഞ്ചൈസി ഹോൾഡേഴ്സ് ഉണ്ടാവും, അവരതിന്റെ ഡെലിവറിയും കാര്യങ്ങളും ചെയ്യും. ഏറ്റെടുത്തിട്ട് അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അവർ നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സിനെ എത്തിച്ചു കൊടുക്കും. അത് നമ്മളിപ്പോ ഫുഡ് ഇൻഡസ്ട്രി മാത്രമല്ല, മനസ്സിലായി. നമ്മളിപ്പോ നോർമലി മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവുക ഗ്രോസറി ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഫിഷ്, മീറ്റ്. പക്ഷെ മാർക്കറ്റിൽ പല ഷോപ്പുകൾ ഇപ്പൊ ലോണ്ടറി എടുക്കുകയാണെങ്കിൽ, സ്പെയർ പാർട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഡെലിവറീസ് ഇല്ല. നമ്മളാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ ഫ്രാഞ്ചൈസി ഹോൾഡേഴ്സിനെ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് പരിചയപ്പെടുത്തിക്കുന്നത്? ഇത് കൊച്ചിയിലത്തെ ഫ്രാഞ്ചൈസി ഹോൾഡർ സന്തോഷം.
ഇദ്ദേഹമാണ് കൊച്ചിയിലെ കാര്യങ്ങളാണ്. എത്ര കിലോമീറ്റർ ഇദ്ദേഹം ഹാൻഡിൽ ചെയ്യണത്? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. ഒരു ഫ്രാഞ്ചൈസി ഹോൾഡർക്ക് 10 കിലോമീറ്റർ ആണ് നടത്തുന്നത്. റേഡിയസ്. ഇദ്ദേഹം വേറെ ആളെ പരിചയപ്പെടാം. ഇദ്ദേഹം അരൂരുള്ള ഞങ്ങളുടെ സ്വദേശിയാണ് അല്ലേ? അരൂരത്തെ ഫ്രാഞ്ചൈസി ഹോൾഡറാണ്. ബിസിനസ് എങ്ങനെയുണ്ട്? ആണോ? നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്? ഇപ്പോൾ 1 ഇയർ ആയിട്ട് ഞങ്ങൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സർവീസ്. അപ്പോൾ നല്ല ഡൗൺലോഡ്സും ഉണ്ട്, അതേപോലെ തന്നെ നല്ല പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് പോകും. ആണ്. നിങ്ങൾ അരൂരത്തെ ഫ്രാഞ്ചൈസിയാണ്. അവിടെ ഏതൊക്കെ ഷോപ്പുകളാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്? അവിടെ നമുക്ക് എല്ലാ കാറ്റഗറീസും ഫിൽഡ് ആണ്. ഇപ്പോൾ ഫുഡ് കാറ്റഗറി ഉണ്ട്, മീറ്റ്, ഫിഷ്, ഈവൻ സർവീസുകൾ, റിപ്പയർസ്, അങ്ങനെ എല്ലാ കാറ്റഗറീസിലും നമ്മൾ ഷോപ്പുകൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നോർമലായിട്ട് എടുക്കുന്ന റിപ്പയർ ചെയ്യുന്ന ആൾക്കാരും സർവീസ് ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഈ ആപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇദ്ദേഹം ഒരു ഫ്രാഞ്ചൈസി ഇദ്ദേഹം അരൂർ തന്നെയാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയുണ്ട് ഫ്രാഞ്ചൈസി എടുത്തിട്ട്? എങ്ങനെയുണ്ട് ഫ്രാഞ്ചൈസി എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഒരു പാർട്ടാണ്. ഇതിനേക്കാൾ ഉപരി ഇവരെല്ലാവരും കൂടെ ഒരു അസോസിയേറ്റ് ചെയ്യപ്പെട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നാണ് അതിന്റെ ഏറ്റവും വലിയ യൂണിക്നെസ്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്? കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, നമ്മളുടെ സർവീസിലെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. അവർക്ക് നോക്കുമ്പോഴത്തേക്കും വെർച്വലായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നു. ഇപ്പൊ ലോണ്ടറി, ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ സജിൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇതിപ്പോ ഇദ്ദേഹം പറയേണ്ടത് മുഴുവൻ ഒരു ഫ്രാഞ്ചൈസി എടുത്ത ആളുകളും അല്ലെങ്കിൽ ഷോപ്പുകളുടെ കാര്യമല്ല. സപ്പോസ് ഒരു വീട്ടിലൊരു വീട്ടമ്മ അവർക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു ഓപ്ഷൻ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? അതെന്താ ആക്ച്വലി? അത് എക്സ്പ്രസ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ മേ ബി നമ്മളെല്ലാവരും ടെക്നിക്കലി എല്ലാവർക്കും അറിയണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരുടെ ആവശ്യം അവർക്കൊരു ഫോട്ടോ രൂപേണയോ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതി അയക്കാനോ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവരുടെ ആവശ്യമുള്ള റിക്വയർമെന്റ് ജസ്റ്റ് ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഫ്രാഞ്ചൈസി ഹോൾഡറിന് അത് കിട്ടും. ഫ്രാഞ്ചൈസി ഹോൾഡർ എന്ത് ചെയ്യും? അത് മാർക്കറ്റിൽ എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കിയിട്ട് അവിടെ പോയി പിക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യും. ഓക്കെ, ഉദാഹരണം ഇദ്ദേഹം ഞങ്ങളുടെ അരൂരിലുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഒരു മെഡിസിൻ തീർന്നു പോയെന്ന് വിചാരിക്കും. സപ്പോസ് എൻ്റെ മോൾ കൊടുക്കുന്ന ഒരു മെഡിസിൻ തീർന്നു പോയി. അപ്പോൾ എൻ്റെ വൈഫ് എടുത്ത് ആ മെഡിസിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നോട്ടിഫിക്കേഷൻ കിട്ടും അല്ലെ? അപ്പൊ ഇദ്ദേഹം അത് നമ്മുടെ വീട്ടിലെത്തി ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അല്ലെ? അതെ, നമുക്കിപ്പോ ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? ആ നിയറസ്റ്റ് ഉള്ള മെഡിസിൻ ഷോപ്പിൽ ഫാർമസി പോയിട്ട് പിക്ക് ചെയ്തിട്ട് ഇബാദക്കാട് വീട്ടിലെത്തിച്ചേരും. ഒരു വീട്ടമ്മ, ഒരു ഹോം ബേക്കർ ആയിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി അവർക്കും അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റുമല്ലോ? ഈസി ആയിട്ട് പറ്റും. അത് നമുക്ക് ഇദ്ദേഹത്തോട് ഉറപ്പിക്കാം അല്ലെ? ഇദ്ദേഹം ഇതിന്റെ ഒരു ഹരിപ്പാട് മൊത്തം കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹം ഹരിപ്പാട് ഫ്രാഞ്ചൈസി അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ഒരു പക്ഷേ അവരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു ഷോപ്പൊന്നും വിടാൻ പൈസ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ത്രൂ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി എന്താണ് ചെയ്യാൻ പറ്റുക? വളരെ സിമ്പിളായിട്ട് തന്നെ അവർക്ക് അവരൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ക്രിയേറ്റ് മൈ ബിസിനസ് എന്ന ഓപ്ഷൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെരി സിമ്പിളായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഷോപ്പ് ലൊക്കേഷൻ കൊടുത്ത് അവർക്ക് ഇപ്പോൾ ഒരു ഡെലിവറി പാർട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. സിമ്പിളായിട്ട് അവരുടെ പ്രൊഡക്റ്റ്, അവരുടെ ആഡ് പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് സിമ്പിളായിട്ട് പിക്ചറൊക്കെ അപ്ലോഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫോർട്ട് കൊച്ചി തോപ്പുംപടി എന്ന ലൊക്കേഷനിലാണ്. ഇവിടെ തന്നെ ഒരു ഷോപ്പുകാരൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹത്തിനോട് നമുക്കൊരു ഒപ്പീനിയൻ ചോദിക്കണം അല്ലെ സജിനെ? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതേപോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വലിയ വലിയ ഭീമന്മാരായിട്ടുള്ള കമ്പനികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഡാറ്റ അവർക്ക് കൊടുക്കണമെന്നില്ല അല്ലേ? നമ്മുടെ നാട്ടിലും ഇനി എന്തായാലും ഓൺലൈൻ ഇല്ലാതെ ഒരു കാര്യം ഇല്ല. അപ്പൊ നമുക്ക് സജിനെ നമുക്ക് അയാളെ കൂടെ അദ്ദേഹത്തിനെ കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് ചോദിക്കാം. ഇദ്ദേഹം ആലുവ പെരുമ്പാവൂരൊക്കെ ഫ്രാഞ്ചൈസി എടുത്തേക്കുന്നത്. നമുക്ക് എല്ലാവരും ചെറുപ്പക്കാരാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അവസരങ്ങൾ അവർ ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒപ്പീനിയൻ ചോദിക്കാം. നമ്മൾ ഈ നിൽക്കുന്ന ഷോപ്പ് ദിക്കാടാണ്. സന്തോഷം, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് നമുക്ക് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു ഷോപ്പ് ഇപ്പോൾ ഒരുപാട് വാച്ചസ് ഉണ്ട്, ക്ലോക്ക്, എല്ലാ ആക്സറീസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്നൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്തായിരിക്കും? ഇപ്പോൾ ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടല്ലോ. ഇദ്ദേഹത്തിന് കിട്ടിയൊരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇദ്ദേഹം ടോട്ടലി ഫ്രീ ആയിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് വന്നിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ ഉൾപ്പെടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ടോട്ടലി ഫ്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രീ ആയിട്ടാണ്, പ്രത്യേകിച്ച് ഒരു ചാർജസും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ അതേകൂട്ട് തന്നെ ഇക്കയ്ക്ക് ഈ ഫിസിക്കൽ സ്റ്റോർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ അതിനേക്കാളും ഈസി ആയിട്ട് നമ്മുടെ വിർച്വൽ സ്റ്റോർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
ഓക്കെ ഓക്കെ. ഉദാഹരണം വെച്ചാൽ നമ്മുടെ ബിസിനസ് ഷൂട്ട് എന്ന് പറഞ്ഞ ടൂൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബിസിനസ് ഷൂട്ട് എന്ന ടൂൾ ഫോർ എക്സാമ്പിൾ അതെന്ന് വെച്ചാൽ അതിനെ ഗുണമെന്ന് വെച്ചാൽ ബില്ല് അടിക്കാൻ പറ്റും, നമ്മുടെ സ്റ്റോക്ക് മാനേജ്മെന്റ് കാര്യങ്ങൾ, അക്കൗണ്ട്സ് കാര്യങ്ങൾ എല്ലാം നോക്കാൻ പറ്റും. ഈസി ആയിട്ട് നമ്മുടെ സ്റ്റോറിന്റെ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ഈ ബിസിനസ് ഷൂട്ടിനകത്തുണ്ടാവും. അപ്പോൾ ബിസിനസ് ഷൂട്ടിലേക്ക് നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്ലിക്കേഷനിൽ റിഫ്ലക്ട് ആവുകയും ചെയ്യും. ഒരു കസ്റ്റമർ അതേപോലെ തന്നെ സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് ഷൂട്ടിലും സ്റ്റോക്കിലും എല്ലാം അത് റിഫ്ലക്ട് ആവും. പോയി അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റോക്ക് വന്നു, ഈ കാര്യങ്ങളെല്ലാം വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇക്കളെ കിട്ടുന്നത്. ഇദ്ദേഹത്തിന് ബില്ലിങ്ങും എല്ലാം ഈ സോഫ്റ്റ്വെയറിലൂടെ നടക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ ആകാനും പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ നിന്നുള്ള സംരംഭം പോകുമ്പോൾ കാശൊന്നും പുറത്തേക്ക് പോകില്ല അല്ലേ? അത് മറ്റൊരു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണ് അല്ലേ? ഇതൊക്കെ എങ്ങനെ ഇതിനെ കാണുന്നത്, ഈ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ കാണുന്നത്? ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആക്ച്വലി? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പം ഓൺലൈൻ ബിസിനസ് വന്നതിന് ശേഷം നമ്മളെ കടകളിലൊക്കെ ബിസിനസ് വളരെ കുറഞ്ഞിരിക്കുന്നു. വളരെ കാരണം കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ആണെങ്കിൽ ഓരോ വർഷവും നമുക്ക് 20% കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്രിസ്മസിന്റെ ബിസിനസ് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന വെച്ചത്. പക്ഷെ അതും ആ ക്രിസ്മസ് സമയമാകുമ്പോൾ ഒരു 10 ദിവസത്തേക്ക് ഓൺലൈനിൽ ഭയങ്കരമായിട്ടുള്ള ഓഫറും കാര്യങ്ങളും ഓഫർ നമ്മൾ ആ റേറ്റിന് തന്നെ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ജനങ്ങൾ അവർ പരസ്യം ചെയ്തിട്ട് ഭയങ്കര സംഭവമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ 20% തന്നെ കൊടുക്കുന്നത്. ജനങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണം. അത് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഓൺലൈൻ ആയല്ലോ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉറപ്പുണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു സംരംഭം പോകുമ്പോഴും നമുക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണം. ഇതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇദ്ദേഹത്തിന് ഒരു ഡാറ്റ ഉണ്ടല്ലോ, അത് ഡാറ്റ ഇദ്ദേഹത്തിന് തന്നെ ഹാൻഡിൽ ചെയ്യാനും പറ്റുമല്ലേ? എല്ലാ കാര്യങ്ങളും തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി പ്രത്യേകിച്ച് വെച്ചാൽ ഒരു സിമ്പിൾ ട്രെയിനിങ് നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞ ആൾക്കാരല്ലേ, അതേ കൂട്ട് തന്നെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൽ എന്തായാലും ഇക്കൊക്കെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, സ്റ്റോക്ക് മാനേജ് ചെയ്യാനുള്ള എല്ലാ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിന് പകരം സെയിം നമ്മുടെ സിസ്റ്റം കൂടി യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മൂപ്പരാൾക്ക് ഓൾറെഡി ബില്ലിങ്ങും അതേപോലെ തന്നെ സ്റ്റോക്ക് മാനേജ്മെന്റും കൂടെ നമുക്ക് എന്ത് ചെയ്യും, ഓൺലൈൻ സെയിൽസും കൂടി കിട്ടും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്ന സംഭവം നമ്മുടെയിലോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കാക്ക് ഓൺലൈൻ സെയിൽസ് കിട്ടും. ഓൺലൈൻ സെയിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല നമ്മുടെ ഓൺലൈൻ സെയിൽസ് കൊടുക്കുക. നമുക്കിപ്പോൾ ഓൾ കേരള ലിസ്റ്റിംഗ് ഉണ്ട്, അതായത് 14 ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഈ ഷോപ്പ് വേണമെങ്കിൽ കാണിക്കാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും പോയി വാച്ച് സെർച്ച് ചെയ്താൽ ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഓഫറും ഡിസ്കൗണ്ടും എല്ലാം കാണാം. 14 ജില്ലയിലുള്ള കസ്റ്റമേഴ്സിനും കാണാം. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കേരളം ആയതുകൊണ്ട് തന്നെ 14 ജില്ലയിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഇക്കടെ ഷോപ്പും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനും ഓഫേഴ്സും എല്ലാം അറിയാൻ പറ്റും. സിമ്പിൾ, അത് ഒറ്റ ക്ലിക്കിലൂടെ തന്നെ ഇക്കൊക്കെ അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു ഓഫർ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത്ര % ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ സജിനെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാ നമ്മുടെ ആളുകളൊക്കെ ഷോപ്പ് ഉള്ള ആളുകളൊക്കെ സജിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാമെന്ന് കൂടുതൽ അറിയട്ടെ കേട്ടോ. നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഫ്രാഞ്ചൈസി എടുത്ത എല്ലാ ആൾക്കാർക്കും വളരെ വളരെ സന്തോഷം. ഇവരൊക്കെ ഇതിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പേഴ്സാണ് കേട്ടോ. യെസ്, സന്തോഷം. അവരൊരു നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ വളരെ സന്തോഷം, ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ പുതിയ പുതിയ കോൺസെപ്റ്റുമായിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാം. എല്ലാവരും രക്ഷപ്പെടട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.